ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ രേണു സുധിയും അനീഷും ചേർന്നിട്ട് ഒരേ വഴക്കായി. രേണു സുധി ഉറങ്ങിയത്ര അനീഷ് പറയുന്നു. രേണു സുധി പറയുന്നു മായ കളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷ് പറയുന്നതും കറക്റ്റായിട്ട് നമുക്ക് തോന്നി. അതൊരു വല്ലാത്തൊരു ആർഗ്യുമെൻ്റായി പോയി. പിന്നെ ഒനിയിലും റെനിയും ഫുഡിൻ്റെ കാര്യത്തിന് വല്ലാണ്ട് വഴക്കായി, ഭയങ്കര വഴക്കുണ്ടായി. അക്ബറിനെയാണ് പണിപ്പുര വീട്ടിലേക്ക് അയച്ചത്. അത് 20 സെക്കൻഡും 500 പോയിന്റും ആണ് കൊടുത്തത്. അതിൽ അക്ബർ നന്നായി ചെയ്തു കേട്ടോ. 190 പോയിന്റ് എക്സ്ട്രാ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. അത് വന്നിട്ട് അക്ബർ ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് പറയുന്നു ബിഗ് ബോസിനോട്. വീട്ടിലുള്ള എല്ലാവർക്കും വല്ലാതെ ദേഷ്യമായി. അനീഷ് ഒരുപാട് അറ്റൻഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കാൻ 3 പേരെ സെലക്ഷൻ ചെയ്തു. അത് ഷാനവാസ്, അഭിലാഷ്, ബിനി ആയിരുന്നു. അതിൽ ജയിച്ചത് ഷാനവാസാണ്. പിന്നെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ക്യാപ്റ്റൻ ഒരാളെ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാം. അതിൽ അനീഷ് വന്ന് ശരത്തിന് തിരഞ്ഞെടുത്തു. വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് നോമിനേഷൻ ചെയ്തതിൽ ഹയസ്റ്റ് വോട്ട് അനുമോൾക്കായിരുന്നു കിട്ടിയത്. അത് ജയിലിൽ അനുമോൾക്ക് ആയിരുന്നു കിട്ടിയത്. ജയിലിൽ വന്നിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കാനുള്ള പണിഷ്മെന്റ് ബിഗ് ബോസ് കൊടുത്തത്. ബിനിയും നെവിനും വല്ലാതെ വഴക്കുണ്ടാക്കുന്നു. വിട്ട തല്ലുന്ന ഒരു ലെവലിലാണ് ഇവരുടെ വഴക്ക്. ഇത്രയും വലിയൊരു ഷോയിൽ ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലായ്മ എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.